ആലപ്പുഴയിലെ പുന്നപ്രയിൽ നിന്ന് കേരളമാകെ പടർന്ന രണ്ടക്ഷരമായിരുന്നു VS അച്യുതാനന്ദൻ. VS എന്ന രണ്ടക്ഷരം ആൾക്കൂട്ടത്തിന്റെ ആരവം എല്ലാ കാലത്തും സിരകളിൽ ഊർജ്ജമാക്കിക്കൊണ്ട് ഒരു നൂറ്റാണ്ടുകാലം പോരാടിയ പോരാളിയാണ് VS അച്യുതാനന്ദൻ. VS സൃഷ്ടിച്ച ആൾക്കൂട്ടം അന്നും ഇന്നും ചരിത്രം തന്നെയാണ്. ഒടുവിൽ നിത്യതയിലേക്ക് ഓർമ്മയായി VS എത്തുമ്പോൾ ഇപ്പോഴും ഇതാ നമ്മൾ കാണുന്നത് ആ ആൾക്കൂട്ടത്തെ തന്നെയാണ്. VSന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അവസാനമായി മുഷ്ടി ചുരുട്ടി VSനെ നെഞ്ചേറ്റൊരു മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടി ചാത്തന്നൂരിലായാലും കാവനാടായാലും ഇപ്പോഴത്തെ ചവറയിലായാലും ഒക്കെ വലിയ ജനസംഖ്യയാണ്. നോക്കൂ, പുലർച്ചെ 5:32 ഇന്നലെ വൈകിട്ട് 5 മണി മുതൽ കാത്തു നിൽക്കുന്നതാണ് അവരോരോരുത്തരും. ഇടയ്ക്കിടെ മഴ പെയ്തു തോർന്നു, പക്ഷേ VS ഇതാ പെയ്തു തോർന്നിട്ടില്ല. അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നു. ഒരു മനുഷ്യക്കടലിനെ സൃഷ്ടിക്കുന്ന അപൂർവത, ഒരു മനുഷ്യനായി മനുഷ്യ മതിലുകൾ ഉയരുന്ന അത്ഭുതം, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാനത്ത് VSനെ കാണാൻ അവസാനമായി ഒഴുകിയെത്തിയതാണ് മുറിയാത്ത ജനപ്രവാഹമാണ്. ഇപ്പോൾ ഇതാ കൊല്ലത്തിന്റെ വീഥികളിൽ പാതയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന പതിനായിരങ്ങളാണ്. തൂവെള്ള വസ്ത്രമിട്ട കുറിയ മനുഷ്യൻ നടന്നു തീർത്ത പാതകളിലാണ്. അവിടെയൊക്കെ അവസാന യാത്രാമൊഴിയാകാൻ വഴി നീളെ തടിച്ചുകൂടി നിൽക്കുന്നു. ഒരു നോക്കൊന്നു കാണുന്ന മാത്രയിൽ ഒരിക്കൽ കൂടി സഖാവിനായി മുദ്രാവാക്യം വിളിക്കാൻ. ആരായിരുന്നു മലയാളിക്ക് VSന് ആരായിരുന്നു മലയാളി? ആ ഉത്തരമാണ് നമ്മൾ ഈ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. VSലേക്ക് ചുരുങ്ങുകയാണ് കേരളം. VSന്റെ ജനങ്ങളുടെ VS ആണ്. ഇതാ വിലാപയാത്ര ഇപ്പോൾ ചവറയിൽ എത്തിയിരിക്കുന്നല്ലേ അഭിലാഷ്? ആലപ്പുഴ ജില്ലയിലേക്കാണ് വിലാപയാത്ര കടക്കുക. അറിയാവുന്നതുപോലെ തന്നെ ആലപ്പുഴ VSന്റെ തട്ടകമാണ്. VSനെ VS ആക്കിയത് ആലപ്പുഴയാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ജനസഞ്ചയം തന്നെ അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്ക് തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള ഓരോ കേന്ദ്രങ്ങളും നമ്മൾ കണ്ടതാണ്. ഒഴുകിയെത്തുന്ന ജനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. VSന്റെ ആരാധകരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരടക്കം നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാന നോക്ക് കാണാൻ എത്തിയിരിക്കുന്നത്. ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ ഒഴുക്ക് വലിയ തരത്തിൽ വർദ്ധിക്കും. അതോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിലെ മുഴുവൻ പ്രവർത്തകരും ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴയ്ക്ക് എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ള സംശയം കൂടി ഉയരുകയാണ്. കാരണം അത്രയേറെയാണ് VSനോടുള്ള ആരാധന. അതോടൊപ്പം തന്നെ VS ഏത് രീതിയിലായിരുന്നു ജനങ്ങളോട് ഇടപെട്ടത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഓരോ പോയിന്റുകൾ കടക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആശയറ്റവന് ആശ നൽകിയ, അല്ലെങ്കിൽ ശബ്ദമില്ലാത്തവന് ശബ്ദം നൽകിയ VS, അതോടൊപ്പം തന്നെ ഈ അടിമത്തം അനുഭവിച്ച ആളുകൾക്ക് അവകാശബോധമുണ്ടാക്കാൻ ബോധവൽക്കരണം നടത്തി അവരെ ഒരു പൗരൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവകാശ സംരക്ഷണത്തിലേക്ക് കടന്ന VSനെ അവർക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുക? അവസാന നോക്ക് കണ്ട് കണ്ണേ കരളെ VS എന്നവർക്ക് പറയാതെ എങ്ങനെയാണ് ഇനി നിൽക്കാൻ കഴിയുക? അതിൻ്റെ ഒരുക്കത്തിൽ തന്നെയാണ് VSനെ സ്നേഹിക്കുന്ന ഓരോരുത്തരും. അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയുടെ നിറമോ ഒന്നുമല്ലാതെ തന്നെ VSനെ സ്നേഹിക്കുന്ന അപാരവൃദ്ധം ജനങ്ങളുണ്ട്. അവരൊന്നടങ്കം എത്തുന്നു VSനെ. ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ കണക്ക് കൂട്ടിയതിൻ്റെ 10 മടങ്ങ് ആളുകളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ VSനെ കാണാൻ എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ 9 മണി, അതായത് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി തന്നെ വീട്ടിലെത്തിക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതിനൊക്കെ വിരുദ്ധമായി വളരെ സമയം, ഇപ്പോൾ തന്നെ ഏതാണ്ട് 15-16 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഇനിയും ഏതാണ്ട് 3-4 മണിക്കൂർ എടുത്തെങ്കിൽ മാത്രമേ വീട്ടിലേക്ക് എത്തൂ എന്നുള്ള സ്ഥിതിവിശേഷമാണുള്ളത്. അതായത് നേരത്തെ കണക്ക് കുട്ടിയിൽ നിന്നൊക്കെ വളരെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു പക്ഷേ ഇതിൻ്റെ ചടങ്ങുകളടക്കം നടക്കണമെങ്കിൽ ഒരു പക്ഷേ രാത്രിയിലേക്ക് എത്തുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു എന്നാണ്. കാരണം എല്ലാ കണക്കുകൂട്ടലും പിഴച്ചു എന്ന് തന്നെയാണ് ഇതിൻ്റെ സംഘാടകരടക്കം പറയുന്നത്. കാരണം അത്രയേറെ ആളുകളാണ് VSനെ സ്നേഹിക്കുന്നവർ. അവർ അവസാന നോക്ക് കാണാൻ എത്തുകയാണ്. ഓരോ പോയിന്റുകളും പ്രായവ്യത്യാസം മറന്ന് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ ഈ പാതിരാത്രിയിലടക്കം അവർ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ കനത്ത മടിയായിരുന്നു പല സ്ഥലങ്ങളിലും. അതൊക്കെ അവർ അവഗണിച്ചുകൊണ്ട് VSനെ കാണാൻ എത്തുന്നു എന്നുള്ളതാണ്.